we now humbly invite Reverend Bishop Mark Jacob Angadian to give us the inaugural address. ഏറ്റവും പ്രിയ ബഹുമാന വൈദികരെയും നമ്മുടെ ഇടവകയിലെ വൈദികന്മാരെ, പാരിഷ് കൗൺസിൽ മെമ്പേഴ്സ്, വിവിധ തുറകളിലെ ശുശ്രൂഷ ചെയ്യുന്ന സഹോദരങ്ങളെ, അതുപോലെ തന്നെ ഇന്നിവിടെ സ്നേഹിതരായിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരികളെ, ഇവിടെ നോക്കിയാൽ ലൈറ്റ് മുഖത്തോട്ട് വരുന്നതുകൊണ്ട് അവിടെ ആരും കൊണ്ടൊന്നും ഒരു പേടിയില്ല. അതുകൊണ്ട് ഇരുട്ടിലേക്ക് നോക്കി പ്രസംഗിക്കുന്ന സംബോധന ചെയ്യുന്ന ഒരവസ്ഥയാണുള്ളത്. പക്ഷേ ഓൾ നാട്ടിൽ ആളുണ്ടെന്നുള്ള സങ്കല്പത്തിന് പറയാം. ഓക്കെ, താങ്ക് യു. ഇന്ന് സെന്റ് അൽഫോൻസ് ലാൻഡ ഇടവകയിലെ 10ാമത്തെ വാർഷികം നമ്മൾ ആഘോഷിക്കുകയാണ്. പള്ളിയായിട്ട് ഇടവകയായിട്ട് കൂദാശ ചെയ്തതിന്റെ 10ാമത്തെ വാർഷികം. അതിനു മുമ്പ് ഇത് ആരംഭത്തിലെ സൂചിപ്പിച്ചതുപോലെ 2001 പ്രിയപ്പെട്ട പ്രത്യേകമായ താല്പര്യ നേതൃത്വത്തിലും അന്ന് ഇവിടെ ഉണ്ടായിരുന്ന 7,000 കുടുംബങ്ങളിലെ പ്രത്യേകമായ തീഷ്ണതയാലും ആരംഭിച്ച ചെറിയ മിഷൻ വളർന്ന് 2006 സ്വന്തമായൊരു ആരാധനാലയം ക്രമീകരിച്ച് കൊതാശയിലെ ഇടവകയായി ഉയർത്തപ്പെട്ടു. ഇന്ന് കൃത്യം 17-ാം തീയതി ഡിസംബർ 17-ന് 10ാമത്തെ വാർഷികം ആചരിക്കുമ്പോൾ നിറഞ്ഞ സന്തോഷത്തോടും അതിലേറെ നന്ദിയോടും കൂടി ദൈവത്തിരുമ്പാകെ നാം എല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. കടന്നുപോയ വർഷങ്ങളിൽ ദൈവം നമ്മളോട് ആയിരുന്നുകൊണ്ട് എത്രത്തോളം നമ്മെ അനുഗ്രഹിച്ചു എന്നുള്ളത് നാം ഓരോരുത്തരും അനുഭവസ്ഥരാണ്. ദൈവത്തിന്റെ പരിപാലന ഒലക്കി നമ്മുടെ ഓരോരുത്തരുടെയും മേലും നമ്മുടെ എല്ലാ കുടുംബങ്ങളുടെ മേലും വളരെ അനുഗ്രഹീതമായ രീതിയിൽ എപ്പോഴും ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ടായിരിക്കുന്നു, ഇനിയും ഉണ്ടാകണമേ എന്നുള്ള പ്രാർത്ഥനയാണ് ഇന്ന് നമ്മൾ ഒന്നിച്ചു കൂടുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും ഹൃദയങ്ങളിൽ നിന്ന് ഉയരുന്നത്. കാരണം കർത്താവിന്റെ കരങ്ങളിലെ ചെറിയ ഉപകരണങ്ങളാണ് നമ്മളെല്ലാവരും. ശ്രീഹായിലെ വിശ്വാസ പ്രഘോഷണത്തിന്റെ സാക്ഷികളായിട്ടാണ് നമ്മളിവിടെ എത്തിയിട്ടുള്ളത്. യോഹന്നാന്റെ സുവിശേഷത്തില് 20-ാം അധ്യായം 28-ാമത്തെ കൊച്ചു വാചകം നമുക്കെല്ലാവർക്കും വ്യത്യസ്തമാണ്. അതൊരു സുഹൃത്ത് ജപമാണ്, പ്രാർത്ഥനയാണ്. എന്റെ കർത്താവേ, എന്റെ ദൈവമേ. ആ സന്ദർഭം നമുക്കറിയാം. ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ ആദ്യമായിട്ട് നമ്മൾ പിതാവായ തോമസ് ലീഹ കണ്ടുമുട്ടുന്നതായ ആ സാഹചര്യം കർത്താവ് തോമസ് ലീഹ വിളിച്ചു പ്രത്യേകം പറയുന്നു, നീ എന്റെ കൈകളും വിലാപ്പുറവും കാണുക, അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക. അതിന് ഉത്തരമായിട്ടാണ് തോമസ് ലീഹ പറയുന്നത്, എന്റെ കർത്താവേ, എന്റെ ദൈവം. ഉള്ളം തുറന്നുള്ള വിശ്വാസത്തിന്റെ പ്രഖ്യാപനം, ഉയർത്തെഴുന്നേറ്റ കർത്താവിന്റെ സാന്നിധ്യത്തിലുള്ള ഹൃദയപൂർണമായ സമർപ്പണം, തുടർന്ന് പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച് പെന്തക്കോസ്ത് തിരുനാളിലെ വത്സരം സ്വീകരിച്ചുകൊണ്ട് അന്ന് അറിയപ്പെട്ടിരുന്ന ഏറ്റവും വ്യത്യസ്തമായ രാജ്യമായ ഇന്ത്യയിലേക്ക് പ്രീക്ഷത വിലക്കായിട്ട് സുവിശേഷ വെളിച്ചമായിട്ട് നമ്മുടെ പിതാവ് കടന്നു വന്നു. അങ്ങനെ നമ്മുടെ പൂർവികര് ആ വിശ്വാസം സ്വീകരിച്ചു, അതിൽ വളർന്ന് വർദ്ധിച്ച് നമ്മയൊക്കെ ഇന്നത്തെ തലങ്ങളിലേക്ക് എത്തിച്ചു. അതിനുശേഷമുള്ള ഒരു വലിയ കുടിയേറ്റമാണ് അമേരിക്കയിലേക്ക് ഉണ്ടായത് എന്ന് നമുക്കറിയാം. പക്ഷെ അമേരിക്കയിലേക്ക് കടന്നു പോകുന്നപ്പോഴും നമ്മൾ കൂടെ കൊണ്ടുപോകുന്നത് നമുക്ക് അധികം കൊണ്ടുപോകാനില്ല. ആദ്യം വന്നവരൊക്കെ $6 $7 കളിയിലുണ്ടായിരുന്നെന്ന് പറഞ്ഞു കേട്ടിരിക്കും. അങ്ങനെ $6-7 വന്നു. കയ്യിലൊരു ചെറിയ ബാഗ് കയ്യിലുണ്ട്. ഇങ്ങനെ ആദ്യം വന്ന ആളുകള് ഇവിടെയൊക്കെ അമേരിക്കയുടെ പല ഭാഗങ്ങളിലായിട്ട് സെറ്റിൽഡായി. അതിൽ ഏതാനും പേരൊക്കെ ഇവിടെ അന്താനയിലും വന്നു ചേർന്നു. അങ്ങനെ അവരുടെ കൂടെ കയ്യിൽ മറ്റൊന്നുമില്ലെങ്കിലും അവരുടെ ജീവിതത്തില് അവർക്കും ഇന്ന് നമുക്ക് എല്ലാവർക്കും
അനുഗ്രഹമാകുന്ന വിശ്വാസത്തിന്റെ വലിയ ഒരു വെളിച്ചം കയ്യിലുണ്ടായിരുന്നു. അത് കെടാതെ സൂക്ഷിച്ചെന്ന് മാത്രമല്ല, അത് കൂടുതൽ തീഷ്ണതയോടെ പ്രകാശമാനമായി തീരുന്ന ഒരു ജ്വാലയായി തീരുവാൻ അവരതിന് മുൻകൈയെടുത്തു. അതിനുള്ള തീഷ്ണത കാണിച്ചു. അതിന്റെ ഫലമാണ് ഇന്ന് നമ്മൾ ഇങ്ങനെ ഒരു 10ാമത്തെ വാർഷികം ആചരിക്കാനുള്ള അവസരമായി തീർന്നിട്ടുള്ളത്. സഭാമക്കള്, പ്രത്യേകിച്ചും കേരള ക്രൈസ്തവ സീറോ വിശ്വാസികള് എവിടെ പോയാലും ആദ്യമായവര് അവരുടെ വിശ്വാസ വെളിച്ചം പരിരക്ഷിക്കുക എന്നുള്ളതാണ് ചെയ്യുക. മലബാറിലേക്കുള്ള കുടിയേറ്റം നമ്മുടെ ഒരുപാട് ആൾക്കാർ കുറച്ച് പേർക്ക് ഇവിടെ ഉണ്ടല്ലോ. അത് ഏതായിരുന്നാലും അതുകൊണ്ട് അവരെങ്ങനെ പോയി, അവിടെ പോയി കാട് വെട്ടിത്തെളിച്ച് ആദ്യം വീട് വയ്ക്കുന്നതിന് മുമ്പ് പള്ളി വേണത്. അച്ഛന്മാർ അടുത്തില്ലാതെ അകലങ്ങളിൽ പോയി, അകലങ്ങളിൽ പോയി ദിവസങ്ങൾ നടന്ന് അവിടെ പോയി അച്ഛന്മാരെ കൂട്ടിക്കൊണ്ടുവന്ന് കുർബാനയിലേക്ക് തിരിച്ചു കൊണ്ടുവിട്ട് പോരുന്ന പാരമ്പര്യം. അതുപോലെ തന്നെ കിടക്കുന്ന ഹൈറേഞ്ചിലേക്ക് കുടിയേറിപ്പാർത്ത നമ്മുടെ സീറോമ ക്രിസ്ത്യാനികളെ അവിടെയും ഇതുപോലെ തന്നെ വന്യമൃഗങ്ങളോട് മല്ലടിച്ച്, പ്രകൃതിയോട് മല്ലടിച്ച് അവിടെ പോയി കൊച്ചു ദേവാലയങ്ങൾ പണിത് പിന്നെ അത് കൊച്ചു മലമായി വസ്താഫീസായി വലിയായി എങ്ങനെ സംഘടിപ്പിച്ച് വളർന്നു വന്ന് പ്രേക്ഷിത പ്രവർത്തനങ്ങളിലൂടെ വലിയ മാറ്റങ്ങൾ കേരളത്തിന്റെ കിഴക്കൻ പ്രദേശങ്ങളിലും വടക്കൻ പ്രദേശങ്ങളിലും ഒക്കെ വരുത്തി. തുടർന്നാണ് ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിലേക്ക് പോയിട്ടുള്ളത്. അങ്ങനെ ഇന്ന് നമുക്ക് കല്യാണ ബോംബെയിലുണ്ട്. അതുകൂടാതെ ഇന്ത്യയിലെ മറ്റു മിഷൻ പ്രദേശങ്ങളിലുള്ള മിഷൻ രൂപതകളുമുണ്ട്. അതൊക്കെയും കേരള സുറിയാനി ക്രിസ്ത്യാനികളുടെ പ്രേക്ഷിത മനോഭാവത്തെ പ്രത്യേകമായ രീതി എടുത്ത് പ്രകാശിപ്പിക്കുന്നതാണ്. അങ്ങനെ വിശ്വാസ വെളിച്ചവുമായിട്ട് കടന്നു വന്ന മിഷണറിമാരായിട്ടുള്ളവരാണ് ഈ അമേരിക്കയിലും ഈ രീതിയിലുള്ള വിശ്വാസ വെളിച്ചത്തിന് അടിസ്ഥാനം ഇടുവാനായിട്ട് നിയുക്തരായിട്ടുള്ളത്. അതില് ആദ്യത്തെ രൂപതയും ആദ്യ രൂപതയെ അധ്യക്ഷിക്കുന്ന രീതിയിൽ നിങ്ങളോടൊന്ന് പ്രവർത്തിക്കാൻ എനിക്ക് സാധിച്ചു എന്നുള്ളത് സന്തോഷത്തിൽ ഓർക്കുന്നു, അതിൽ അഭിമാനിക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം നിങ്ങളൊക്കെ ചെയ്യുന്ന വലിയ സേവനത്തെ എത്രത്തോളം പറഞ്ഞാലും അധികമായി പോകില്ല. ആ വലിയ ശുശ്രൂഷയെ അങ്ങേയറ്റം ശ്ലാഘിക്കുകയും അനുമോദിക്കുകയും തുടർന്നും ദൈവത്തിന്റെ കരങ്ങളില് വളരെ ഉപയോഗമുള്ള നല്ല ഉപകരണങ്ങളായിട്ട് ഇനിയും നമ്മുടെ സഭയോട് ചേർന്ന് ഇന്ന് പ്രവർത്തിക്കുവാൻ അവസരം ലഭിക്കട്ടെ എന്ന് ആശംസിക്കുകയും അതിനായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. ഈ 10ാം വാർഷികത്തിന്റെ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും പ്രിയപ്പെട്ട മാത്യു അച്ഛനും ഇതുവരെ എല്ലാ ജനങ്ങൾക്കും കൃത്യമായ രീതിയിൽ ആശംസിച്ചുകൊള്ളട്ടെ. നമ്മുടെ മധ്യസ്ഥ വിശുദ്ധ അൽഫോൻസാമിയാണ്. ഞാൻ നാട്ടിൽ പോകുന്ന അവസരത്തില് ആണ്ടിൽ 2 പ്രാവശ്യം പോകണം. സിനിമയുള്ള അവസരത്തില് ഓഗസ്റ്റ് മാസത്തിലും ജനുവരി മാസത്തിലും 2 അവസരത്തിൽ പോകുമ്പോഴും ഒരു ദിവസം പള്ളിക്കകത്ത് പോയി അൽഫോൻസാമ്മയുടെ കബറിടത്തിലെ ചാപ്പലില് കുർബാന ചെല്ലാറുണ്ട്. ഇതുവരെ മുടക്കിയിട്ടില്ല. അത് വളരെ ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായിരുന്നാലും അവിടെ പോയി കുർബാന ചെല്ലുന്ന അവസരത്തില് ഇവിടെയുള്ള എല്ലാ അൽഫോൻസ ഇടവകളെയും മാത്രമല്ല നമ്മുടെ രൂപത മുഴുവനും അൽഫോൻസാമ്മയുടെ സംരക്ഷണയില് ഏൽപ്പിച്ചുകൊണ്ട് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട്. അതൊരു അനുഗ്രഹമാണ്, ഒരു സന്തോഷമാണ്. അൽഫോൻസാമ്മ നമ്മുടെ സ്വന്തം വിശുദ്ധിയാണ്, നമ്മുടെ സഭയിലെ ആദ്യത്തെ വിശുദ്ധിയാണ്. അൽഫോൻസാമ്മയുടെ കുടുംബത്തോട് ബന്ധപ്പെട്ട പലരും വഴിയുണ്ട്. എനിക്ക് തോന്നുന്നു മുലഗ്രേച്ചനും ഈ പേര് തരുന്നതിന് കാരണം അല്പം ബന്ധവഴിയുണ്ട്. കാരണം മുട്ടിയറയിൽ നിന്നാണ് മുലഗ്രേച്ചൻ വരുന്നത്. അൽഫോൻസാമ്മ വളർന്ന് മുട്ടിയറയിലാണ് ജനിച്ചത്, കുടർമാരുമാണെങ്കിൽ. അങ്ങനെ ആ രീതിയിലുള്ള ഒരു ബന്ധം, വൈകാരിക ബന്ധം മുലഗ്രേച്ചന് മാത്രമല്ല നമുക്ക് എല്ലാവർക്കും ഉണ്ട്. കാരണം നമ്മുടെ എല്ലാവരുടെയും സ്വന്തം വിശുദ്ധി എന്ന പേരിലാണ് അൽഫോൻസാമ്മ ഇന്ന് ആദരിക്കപ്പെടുക. അതുകൊണ്ട് ഈ അമ്മയുടെ ജീവിതത്തെ നമ്മുടെ മുമ്പിൽ വെച്ചുകൊണ്ട്, അവളുടെ മാധ്യസ്ഥ നമ്മൾ അപേക്ഷിച്ചുകൊണ്ട്, അവളുടെ മാതൃക അനുകരിച്ചുകൊണ്ട്, അവളോട് ചേർന്ന് നിന്ന് ദൈവത്തെ സ്നേഹിക്കുകയും അവളിലൂടെ നമുക്ക് ലഭിക്കുന്ന ദൈവത്തിന്റെ സ്നേഹം നമ്മൾ ജീവിക്കുകയും അത് പങ്കുവയ്ക്കുകയും ചെയ്യുന്ന ഒരനുഭവത്തിലേക്കാണ് നമ്മൾ വിളിക്കപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് ഈ വിശുദ്ധിയുടെ ജീവിതത്തെ മാതൃകയായി സ്വീകരിച്ചും അവളുടെ മധ്യസ്ഥത അങ്ങേയറ്റം ആദരിച്ചും അപേക്ഷിച്ചും നമ്മൾ നമ്മുടെ കുടുംബത്തെ നയിക്കുകയും
നമ്മുടെ മക്കളെ ആ രീതിയിൽ വളർത്തുവാൻ, വിശ്വാസത്തിൽ ആഴപ്പെട്ട് ദൈവസ്നേഹത്തിൽ വളർന്ന് ദൈവവിശ്വാസത്തിൽ അടിയുറച്ച് നിന്നുകൊണ്ട് ദൈവവചനത്തോട് ചേർന്ന് ഉദാശകളുടെ ജീവൻ വളർത്തുന്ന ഒരു അനുഭവത്തിലേക്ക് നമ്മുടെ മക്കളെ വരും തലമുറയെ വളർത്തിയെടുക്കാൻ നമുക്ക് സാധിക്കുമ്പോൾ നമുക്ക് അഭിമാനിക്കാം, സന്തോഷിക്കാം, സംതൃപ്തരാക്കാം. അത് സാധിക്കട്ടെ എന്നുള്ള ആശംസയാണ് ഈ 10ാം വാർഷികത്തില് പ്രത്യേകമായി എനിക്ക് നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുവാനുള്ളത്. അതോടൊപ്പം നമ്മൾ 10ാം വയസ്സ് കഴിഞ്ഞ് 11ാം വയസ്സിലേക്ക് അടുക്കുമ്പോഴേ തീർച്ചയായിട്ടും യുവത്വത്തിന്റെ ബാല്യത്തിന്റെ പ്രസരിപ്പോടു കൂടിയാണ് കടന്നു വരിക. 10 വർഷം ഒരു കാലഘട്ടമാണ്. ശൈശവം കഴിഞ്ഞ് ബാല്യത്തിലേക്ക് കയറുന്ന അവസരമാണ്. അത് കഴിഞ്ഞിട്ട് ബാല്യത്തിൽ നിന്ന് യൗവനത്തിലേക്ക് കടക്കുന്ന ഒരു കാലഘട്ടത്തിൽ അടുത്ത ശബ്ദത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഇവിടെ വളർച്ചയുടെ മറ്റ് തലങ്ങളിലെ മറ്റൊരു തലം അല്ലെങ്കിൽ മറ്റൊരു സാഹചര്യം കണ്ടെത്തുകയും അതിൽ വളരാനും ഉയരാനും യത്നിക്കുകയും ചെയ്യുന്ന ഒരു പരിശ്രമത്തിലാണ് നമ്മളൊരു ദേവാലയം ഹോളിന്റെ രീതിയിൽ നമ്മൾ ആരംഭിച്ചു, ദേവാലയമായിട്ട് രൂപാന്തരപ്പെട്ടു. അങ്ങനെ നമ്മൾ വളർച്ചയുടെ പാതയിൽ മുന്നേറുന്നതോടൊപ്പം തന്നെ ഇനി നമ്മൾ ആദ്യ ഹോളിന്റെ പണിതപ്പോൾ തന്നെ പള്ളിപണിയാണ് സ്ഥലം വേർതിരിച്ചിട്ടാണ് നമ്മൾ പണിതത്. അതുകൊണ്ട് ഇനി വലിയൊരു പള്ളി പണിയാനുള്ള സംരംഭത്തിലേക്ക് നമ്മൾ ഏറ്റവും നിൽക്കുകയാണ്. അതിന്റെ ചിത്രമൊക്കെ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അതിന്റെ മറ്റ് കർമ്മപരിപാടികൾ ആവിഷ്കരിച്ച് നാളെ ഗൗരവമായൊരു ഉല്ലാസ ചെയ്യുന്ന ഒരു കല്ലിന്റെ ഉല്ലാസങ്ങൾ നിർവഹിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്കറിയാം. അങ്ങനെ പുതിയൊരു ഘട്ടത്തിലേക്ക് സഭയുടെ വളർച്ചയുടെ ഘട്ടമാണ്, നമ്മുടെ ഓരോരുത്തരുടെയും വളർച്ചയുടെ ഘട്ടമാണ്, നമ്മുടെ കുടുംബങ്ങളുടെ വളർച്ചയുടെ ഘട്ടമാണ്. അങ്ങനെ നമ്മുടെ എല്ലാവരുടെയും കൂടിയുള്ള ഒരു വലിയ സംരംഭമായിട്ട് അത് രൂപാന്തരപ്പെടുത്തി വളർത്തിയെടുത്ത് ആ നമ്മുടെ പരിശ്രമത്തെയും വിജയിപ്പിക്കുവാനായിട്ട് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. ഒരു ദേവാലയം ഇവിടെ ഇപ്പോൾ നമുക്കുണ്ട് എന്നുള്ളത് ശരിയാണ്. ഈ ദേവാലയം ഉണ്ടാകിയിട്ട് ഇവിടെ ഇരിക്കുന്ന മുതിർന്നവരായ എല്ലാവരുടെയും ഹൃദയത്തിൽ അത് ആദ്യം വളർന്നത് കൊണ്ടാണ്, ജനിച്ചത് കൊണ്ടാണ്, രൂപപ്പെട്ടതുകൊണ്ട് നമുക്കൊരു ദേവാലയം ഉണ്ടാകുമെന്നുള്ള ആഗ്രഹം നമ്മുടെ ഉള്ളിലുണ്ടായി. നമ്മൾ അതിനായിട്ട് പ്രാർത്ഥിച്ചു, അതിനായിട്ട് മനസ്സംഭരണം നടത്തി, അതിനായിട്ട് അധ്വാനിച്ചു, അതിനായിട്ട് ഒത്തിരിയേറെ മറ്റു കാര്യങ്ങൾ എല്ലാ ക്രമീകരണങ്ങളും ചെയ്തു. അതിന്റെ പേരിൽ നമുക്ക് ഒരെണ്ണം ഉണ്ടായി. ഇന്ന് നമ്മൾ സന്തോഷത്തോടെ ഒന്നിച്ചു കൂടുകയും ആരാധന നടത്തുകയും ചെയ്യുന്നു എന്നുള്ളത് സന്തോഷമാണ്. അതുപോലെ തന്നെ അതിൽ മെച്ചപ്പെട്ട ഒരു സംവിധാനത്തിലേക്ക് സ്ഥായികമായ നമുക്ക് തലമുറകളോളം നിലനിൽക്കുന്ന കൃത്യം പലയായിട്ട് തന്നെ പണിയുന്ന ഒരു സംവിധാനത്തേക്ക് വരുവാനുള്ള ഈ പരിശ്രമത്തിലാണ് നമ്മൾ ആരംഭിച്ചിരിക്കുക. അതും നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിച്ച് പ്രാർത്ഥനകൾ ദൈവത്തിൽ സമർപ്പിച്ച് നമ്മുടെ കുടുംബത്തിൽ വളർത്തി നമ്മൾ കുടുംബങ്ങൾ കൂട്ടായ്മയെ പ്രാർത്ഥന കൂട്ടായ്മകളിലും ഇടവക കൂട്ടായ്മയിലും അതിനെ വളവും വെള്ളവും എല്ലാം കൊടുത്ത് വളർത്തി അതിൻ്റെതായ രീതിയിൽ അതിൻ്റെ പൂർണ്ണതയിലേക്ക് അധികം താമസിയാതെ വളർച്ചയിൽ എത്തിത്തീരട്ടെ എന്നുള്ള ആശംസയും പ്രാർത്ഥനയും അൽഫാൻസാമിയുടെ തന്നെ മക്കളിൽ സമർപ്പിച്ചുകൊണ്ട് തോമാശ്രീഹായിയെ സംരക്ഷണം ഏൽപ്പിച്ചുകൊണ്ട് കർത്താവിനെ നമുക്ക് എല്ലാവർക്കും സമർപ്പിക്കാം. കാരണം ഇത് നമ്മുടെ ആരുടെയും ഒറ്റകളുടെ പരിശ്രമമല്ല, എല്ലാവരുടെയും കൂടിയുള്ള പരിശ്രമം. ആരും മാറി നിൽക്കുന്ന അവസ്ഥയല്ല, എല്ലാവരും ഒന്നിച്ചു ചേരുന്ന അവസ്ഥയാണുള്ളത്. അതുകൊണ്ട് ആ രീതിയിലുള്ള ഒരു പരിശ്രമത്തിലേക്ക് നിങ്ങളുടെ ഉത്സാഹം ഉണ്ടാകണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്ന് ഈ 10ാം വാർഷികം ആചരിക്കുമ്പോൾ പ്രത്യേകമായി നമ്മൾ ഇവിടെ പലരെയും ആചരിക്കുന്ന പരിപാടികൾ ഉണ്ടായിരിക്കുമെന്ന് ഇവിടെ പ്രസംഗത്തിൽ സൂചിപ്പിക്കുകയുണ്ടായി. എങ്കിലും രൂപരാധ്യക്ഷൻ എന്ന രീതിയിലും ഇതിന്റെ ആരംഭം മുതൽ ഇതിനോട് ബന്ധപ്പെട്ടിരുന്ന ഒരു വ്യക്തി എന്ന രീതിയിലും ഏതാനും പേരെയും അനുസ്മരിക്കുക ഉത്തരവാദിത്വം, പ്രത്യേകിച്ചും പ്രിയപ്പെട്ട അച്ഛന്മാർ. ഇവിടെ എല്ലാവരും ഇവിടെ ഇന്ന് മുഴുവനച്ച് മാത്രമേ എത്തിയിട്ടില്ല, ബാക്കി എല്ലാവരും കൂടി എത്തിയിട്ടുണ്ട്. അത് ഏറെ സന്തോഷം നൽകുന്ന ഒരു അനുഭവമാണ്. ഏതായിരുന്നാലും ഇതിന്റെ രൂപഭാവമൊക്കെ കൊടുക്കുന്നതിന് നമ്മെ ഏറ്റവും സഹായിച്ചു അനുഗ്രഹിച്ചിട്ടുള്ളതും വേണ്ട ജോസഫ് മുല്ലക്കര അച്ഛനെയാണ്. കൂടുതൽ അതേ അച്ഛനെ പറ്റി വിശദീകരിക്കേണ്ട ആവശ്യമില്ല, സമയം നീണ്ടുപോകും. ഓരോരുത്തരെ പറ്റി ഒരുപാട് പറഞ്ഞു പോയത്. പക്ഷേ അച്ഛന്റെ നിർമ്മലമായ ആത്മാർത്ഥമായ ആ സ്നേഹവും സഭയോടുള്ള സ്നേഹവും സഭയോടുള്ള സ്നേഹവും എല്ലാം പ്രതിഫലിപ്പിച്ചുകൊണ്ടാണ് ഇവിടെ ഒരു ആരാധന സമൂഹത്തിന് സീറോ മലബാറിന് രൂപഭാവപ്പെടുത്ത് വളർത്തിക്കൊണ്ടുവന്നത്. നിങ്ങളെല്ലാവരുടെയും പേരിൽ മുല്ലക്കരച്ചുള്ള ആദരവും സ്നേഹവും ഈ അവസരത്തിൽ അനുസ്മരിച്ചു കൊള്ളട്ടെ.
തീർച്ചയായിട്ടും ചുരുങ്ങിയൊരു കാലഘട്ടം മാത്രമേ വെളുപ്പിലച്ചിലൂടെ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളത് ഞാൻ ഓർക്കുന്നു. എങ്കിലും വന്ന കാലത്ത് അതിനെ വേണ്ട രീതിയിൽ പരിപാലിച്ചു വളർത്തി നമ്മെ സഹായിച്ചു, അനുഗ്രഹിച്ചു. അതുകൊണ്ട് അച്ഛനെ ഈ അവസരത്തിൽ അച്ഛനോട് വന്നിട്ടില്ല എങ്കിലും നന്ദിയോടുകൂടി നമുക്ക് അനുസ്മരിക്കുകയും അച്ഛനോടുള്ള നന്ദി ഇവിടെ ഉറക്കെ പ്രഖ്യാപിക്കുകയും ചെയ്യും. തുടർന്നാണ് വേറെ കാരിക്കലച്ചൻ, കാരിച്ചൻ എന്നാണ് സാധാരണ നമ്മളെല്ലാവരും വിളിക്കുക. അങ്ങനെ കാരിക്കലുമാണ് ഗുരുവിലുമാണ്, രണ്ടും കൂടെ ചേർന്ന് ഒമ്മിച്ച് വെച്ചിരിക്കുന്ന പേരാണ് കാരിച്ചൻ എന്നുള്ളത്. ഏതായിരുന്നാലും അച്ഛൻ ഇവിടെ ഇംഗ്ലീഷ് മീഡിയം രൂപതയിൽ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ വിളിച്ചന്മാർ എന്ന അവസരത്തിൽ നമ്മുടെ പള്ളിയുടെ മുഴുവൻ ഉത്തരവാദിത്വം അച്ഛൻ ഏറ്റെടുക്കുകയാണ് ചെയ്തത്. പള്ളി നിർമ്മാണത്തിലുള്ള ഏറ്റവും അർത്ഥ ഒരുക്കത്തിൽ നിൽക്കുന്ന ആ സാഹചര്യത്തിലാണ് അച്ഛൻ വരുന്നത്. അത് ഏറ്റവും ഉത്സാഹത്തോടുകൂടി എല്ലാവരെയും ഒരുമിച്ച് ഒരു ചാനൽ പോലത്തെ നീക്കി ഒരു പ്രശ്നവും കൂടാതെ പണമുണ്ടാകുന്ന കാര്യത്തിലാണെങ്കിലും മറ്റു കാര്യങ്ങളാണെങ്കിലും ക്രമീകരണ കാര്യത്തിലാണെങ്കിലും ഒക്കെ ഓടി നടന്ന് വേണ്ട രീതിയിൽ വേണ്ടപ്പെട്ടവരെ വേണ്ട സമയത്ത് കണ്ടുപറ്റി സഹകരിപ്പിച്ച് സഹായിച്ച് ചുരുങ്ങിയ കാലം കൊണ്ട് മനോഹരമായ ഒരു ദേവാലയ സംവിധാനം ക്രമീകരിക്കാൻ സാധിച്ചു. ഇവിടെ കരിച്ച് ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും പേരില്, രോഗിയുടെ പേരില്, രൂപതയുടെ പേരില് പ്രത്യേകമായി നന്ദി അറിയിച്ചുകൊള്ളട്ടെ. അച്ഛനവിടെ കാര്യസ്വാമിയുടെ ഡയറക്ടറായിട്ട് നിയമിക്കപ്പെട്ടു. അച്ഛൻ ഇവിടുന്ന് പോകേണ്ടി വന്നു, നാട്ടിലേക്ക് പോയി. അതിനുമ്പോഴേക്കും അവിടെ പോയി ചാർജെടുത്തു. പിന്നെ ആരായിരിക്കുമെന്നുള്ളത് ഇതിനെപ്പറ്റി സൂചിക്കും. ഇങ്ങനെ ഇരിക്കുന്ന അവസരത്ത് അമ്മ സഭയിൽ നിന്നുള്ള അച്ഛന്മാരെ തന്നെ വിട്ടു തരാമെന്ന് സംബന്ധിച്ചും ഏതായാലും ഇവരുടെ ജോണീച്ചൻ ഇവിടെ വരാൻ ഇടയായി. ജോണീച്ചൻ വന്നപ്പില് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി വരണം. അമേരിക്കയിലേക്കുള്ള ആദ്യത്തെ യാത്രയായിരുന്നു എന്നാണ് മനസ്സിലാക്കുക. ഇവിടെ വന്ന് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കാര്യച്ചൻ തുടങ്ങി വെച്ച പ്രസ്ഥാനങ്ങളും പ്രവർത്തനങ്ങളും ഒക്കെ നല്ല രീതിയിൽ അതേ രീതിയിൽ തുടരുകയും അതിലുപരിയായിട്ട് ആത്മീയമായ ഒരു ചൈതന്യത്തോടെ ചൈതന്യത്തോടുകൂടി അച്ഛനെതിരെ ക്രമീകരിക്കുകയും ചെയ്യുന്നു. അവസരത്താണല്ലോ ഇപ്പോഴത്തെ നമ്മുടെ പല മുറി നമ്മൾ വിശിപ്പിക്കുന്ന സംവിധാനങ്ങൾ ക്രമീകരിക്കാനും മേടിക്കാനും ഒക്കെ പ്രോത്സാഹിച്ചു. അതിൻ്റെ എല്ലാം കടം വിട്ട് തീർക്കാൻ അതിനേക്കാൾ കൂടുതൽ പ്രോത്സാഹിച്ചു. ആ രീതിയിലെല്ലാം നോക്കുമ്പോൾ ആത്മീയവും ഭൗതികമായ വളർച്ചയ്ക്ക് അവരുടെ ജോണീസിന്റെ സേവനം വളരെ നിസ്തരമായി നമുക്ക് അനുഗ്രഹമാണ് തീർന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ രൂപതയുടെ വലിയ പ്രസ്ഥാനമായിട്ടുള്ള കൺവെൻഷൻ, 7ാമത് കൺവെൻഷൻ 2012 ഇവിടെ നടത്തേണ്ടിയിരുന്നു. എന്തോ എങ്ങനെയോ ഇതുവരെ നടന്നിട്ടില്ല. നടത്താൻ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിലും നടന്നിട്ടില്ല. ഈ എന്നാണ് നടക്കുന്നത് എനിക്ക് കുറ്റോടെ പറയാൻ പറ്റില്ലെങ്കിലും 2 കൊല്ലത്തിന് അടുത്ത വർഷം അല്ലെങ്കിൽ അടുത്ത വർഷം തന്നെ നടക്കും. ഏതായിരുന്നാലും ആ കൺവെൻഷൻ വളരെ അനുഗ്രഹം ചുരുങ്ങിയ സമയം കൊണ്ടാണ് നിങ്ങൾ എല്ലാവരും സഹകരിച്ച് ആ കൺവെൻഷൻ വിജയിപ്പിച്ച് അതിന്റെ നേതൃത്വം ജോണിച്ചനായിരുന്നു. ജോണിച്ചൻ അച്ഛൻ എഴുതിട്ട് പെട്ടെന്ന് നാട്ടിൽ പോയി ഈയിടെ ഒരു ഡോക്ടറേറ്റ് ഒക്കെ സമ്പാദിച്ചാണ് വന്നിരിക്കുക. അതുകൊണ്ട് ഈ ചുരുങ്ങിയ കാലം കൊണ്ട് നാട്ടിലെത്തി ആ അച്ഛൻ ഏർപ്പെട്ടിരുന്ന പഠനം പൂർത്തീകരിച്ചുകൊണ്ട് തിയോളജി ഡോക്ടറേറ്റ് നേടി ഇന്ന് ഇവിടെ നമ്മോടൊപ്പം ആയിരിക്കുന്ന ജോണിച്ചന് ഈ ഇടവയ്ക്ക് എല്ലാ സേവനത്തിനും എല്ലാവരുടെയും പേരിൽ ഈ അനുമോദനം അർപ്പിച്ചു കൊടുക്കുന്നു. ഇവരുടെ മാധുര്യൻ അതിന്റെ ആ കാലടികളെ പിന്തുടർന്ന് ഇപ്പോൾ നമ്മെ നയിച്ചുകൊണ്ടിരിക്കുന്നു. വളരെ കൃത്യമായ രീതിയിൽ നിഷ്ഠയോടുകൂടി പാസ്റ്റർ കെയർ എങ്ങനെ കൊടുക്കണം എന്നുള്ള രീതിയിൽ വേണ്ടതുപോലെ വേണ്ടപ്പെട്ടവരോട് വേണ്ടപ്പെട്ടവർക്ക് എന്ന രീതിയിൽ വളരെ ഉത്തരവാദിത്വത്തോടുകൂടി തീഷ്ണതയോടുകൂടി ദൈവസ്നേഹത്തിലും പരിസ്നേഹത്തിലും അധിഷ്ഠിതമായ രീതിയിൽ അച്ഛൻ്റെ ശുശ്രൂഷ തുടരുകയാണ്. ഇങ്ങനൊരു പുതിയ പള്ളിയെ പറ്റിയുള്ള ഒരു ഭാവനയോടുകൂടി നമ്മൾ നീങ്ങിക്കളഞ്ഞുള്ള എല്ലാ ഒത്താശകളും അച്ഛൻ്റെ നേതൃത്വം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇനി അതിൻ്റെതായ ക്രമീകരണങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അതിലെല്ലാം നേതൃത്വം നൽകുന്ന നമ്മെ എല്ലാവരും ഇപ്പോഴും ദൈവത്തിലേക്ക് ഈശോയിലേക്ക് അൽഫോൻസ് അമ്മയുടെ സംരക്ഷയിൽ നയിച്ചുകൊണ്ടിരിക്കുന്ന അവരുടെ മധ്യസ്ഥ അച്ഛൻ്റെ സേവനങ്ങൾക്ക് എല്ലാവരുടെ വിജയങ്ങളും ആശംസിക്കുന്നു. ഒപ്പമേലെ നന്ദിയും ഈ 10ാമത്തെ വാർഷികത്തിൽ ആശംസിച്ചു കൊള്ളട്ടെ. ജോസഫ് പറ്റുമരിച്ചിലൂടെയുണ്ട്. അച്ഛനെനിക്ക് ഇവിടെ അച്ഛന്മാർക്ക് നാട്ടിൽ പോകുന്ന അവസരത്തിൽ കൊണ്ടുമാറ്റി അച്ഛനാണ് സഹായിച്ചു വരിക. ഇടക്കാല ശുശ്രൂഷയായിട്ട് സഹായിട്ട് അച്ഛനിവിടെ വരുന്നു, കൊടുന്നു, സഹായിക്കുന്നു. അച്ഛന്
അരിസ്റ്റോറായിട്ട് വെച്ച് തുടങ്ങിയിട്ടുള്ള വ്യക്തിയാണ്. അതിനിടയ്ക്ക് പ്രവർത്തന അച്ഛൻ ബംഗ്ലാദേശിലെ അവിടെ വെച്ച് കാണാറുണ്ട്, ഇവിടെ വെച്ച് കൂടുതൽ കാണാറുണ്ട്. എന്നാലും അച്ഛൻ ചെയ്യുന്ന ശുശ്രൂഷകളുടെ പ്രത്യേകമായിട്ട് എല്ലാവരുടെയും പേരിൽ ഈ 10ാമത്തെ വാർഷികത്തിൽ നന്ദി അറിയിച്ചു കൊള്ളട്ടെ. രമേശനെ പറ്റി പ്രത്യേകം എന്താ പറയാന്ന് വെച്ചാല് സുഖനും തീഷ്ണവരിയും സഭാ ശുശ്രൂഷയിലാക്കിയിട്ട് താല്പര്യവും ഇവിടെ ഒന്നിച്ചു വരുന്ന കമ്മ്യൂണിറ്റി 2000 ഒന്നിച്ചായിരുന്നു. പിന്നീട് അതിന് 2 കമ്മ്യൂണിറ്റിയായി. ഇവിടെ ഒരു ഫാമിലി ചർച്ചിന്റെ വികാരിയായിരുന്നു കൊണ്ട് അവിടെ ആ കമ്മ്യൂണിറ്റി ഉത്തരവാദിത്വ ശുശ്രൂഷിക്കുന്നതോടൊപ്പം തന്നെ പിള്ളേരുടെ കാര്യത്തിൽ എപ്പോൾ വിളിച്ചാലും റെഡിയാണ്, ഒരു കുഴപ്പമില്ല. അത് അങ്ങനെ ഏറ്റവും സുസ്മാരും അതിനായിട്ട് അവർക്ക് പരമായി ശുശ്രൂഷിച്ചുകൊണ്ട് നമ്മെ സഹായിക്കുന്ന നമ്മുടെ ഏറ്റവും അടുത്ത ആഗോളി ഫാമിലി വികാരികളുടെ ജിമിയച്ചനെ നിങ്ങളെല്ലാവരുടെയും പേരിൽ ഈ 10ാമത്തെ വാർഷികത്തിലെ ഗുരുപരാധന ശ്രദ്ധിക്കുന്നതിനോട് സനീച്ചനോട് എത്തിയിട്ടുണ്ട്. അച്ഛൻ്റെ ശുശ്രൂഷകളും നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ലഭിച്ചുകൊണ്ടാണ് ഇരിക്കുക. അച്ഛനും ഇതുപോലെ ഇടക്കാല ശുശ്രൂഷയും അല്ലാത്ത ശുശ്രൂഷയൊക്കെയായിട്ട് നമ്മൾ ചെയ്തു തന്നെ നമ്മെ അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുന്നു. ഈ അച്ഛൻ്റെ ശുശ്രൂഷകളും നമുക്ക് എന്നും സന്തോഷമുള്ള നന്ദിയുള്ളതാണ്. 10ാമത്തെ വാർഷികത്തിലെ സന്തോഷത്തോടെ സിനേച്ചയെ അനുസ്മരിക്കുകയാണ്. ഇങ്ങനെ അച്ഛന്മാരെ മാത്രം ആദരിക്കുകയല്ല, അതോടൊപ്പം തന്നെ ഈ അച്ഛന്മാർക്കൊക്കെ ആശ്വാസവും സങ്കേതവും പ്രോത്സാഹനവും അനുഗ്രഹവും എല്ലാമായി തീരുന്ന നിങ്ങളെല്ലാവരെയും അനുവദിക്കുക എന്നുള്ളത് വലിയൊരു ഉത്തരവാദിത്തമുള്ള സന്തോഷമുള്ള കാര്യമാണ്. കാരണം നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹവും ശുശ്രൂഷയും ഒക്കെയാണ് എന്നെയും ഇവിടെയുള്ള അച്ഛന്മാരെയും ഒക്കെ ഈ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നന്ദിയോടുകൂടെ ഓർക്കുന്നത്. ഇവിടെ എല്ലാവരുടെയും പേര് പറഞ്ഞു പോകാൻ സമയത്തിനും ഞാൻ കുറേ പേരൊക്കെ മറന്നു പോകും. അതുകൊണ്ട് അതിനുവേണ്ടി മുതിരുന്നില്ല. പക്ഷേ ഇത് ഈ കടന്നുപോയ വർഷങ്ങളിലെല്ലാം ഉത്തരവാദിത്തങ്ങൾ വെച്ചിട്ടുള്ള കൈക്കാരന്മാരുണ്ട്, പാരീഷ് കൗൺസിൽ മെമ്പേഴ്സുണ്ട്, പാസ്റ്റർ കൗൺസിൽ മെമ്പേഴ്സുണ്ട്, വേദപാഠത്തിൻ്റെ അധികാരിമാരായിരുന്നവരുണ്ട്, വേദപാഠത്തിൻ്റെ അധ്യാപകരുണ്ട്, അതുപോലെ തന്നെ വിവിധ സംഘടനകളുടെ ഭാരവാഹികളുണ്ട്, അതിലെ അംഗങ്ങളുണ്ട്, മതപാഠത്തിലെ കുട്ടികളുണ്ട്. അതൊക്കെ നമുക്ക് എന്ത് സന്തോഷമുള്ള കാര്യമാണ്. വിവിധ സംഘടനകൾ വിവിധ ഉത്തരവാദിത്തങ്ങൾ വഹിച്ചിട്ടുള്ള ഏറെ പേരുണ്ട്. ഗായക സംഘമുണ്ട്, അതുപോലെ 2-3 പേരുണ്ടെന്ന് എനിക്കറിയാം. അതെല്ലാത്തിനും മുതിർന്നവരുടെ ജൂനിയർ പേരൻസ്, ജൂനിയർ പേർ അല്ലെങ്കിൽ ചിൽഡ്രൻസ് പേരൊക്കെ ആയിട്ട് അങ്ങനെ മനോഹരമായ വളരെ ആക്റ്റീവ് പാരേജ്, വളരെ സജീവമായ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു ഇടവകയായിട്ട് ഇതിനെ വളർത്തിക്കൊണ്ട് വരുന്നത് നിങ്ങളെല്ലാവരുടെയും സഹകരണമാണ്. അങ്ങനെ നിങ്ങളെല്ലാവരും നൽകി വരുന്ന ഉദാരമായ ആ സേവനങ്ങൾക്കും ശുശ്രൂഷകൾക്കും എല്ലാം പ്രത്യേകം നന്ദി പറയുന്നു, ദൈവത്തിന് നന്ദി പറയുന്നു. ഒപ്പം അതിലൂടെ നമ്മളെല്ലാവരും വളരുകയാണ് ചെയ്യുന്നത്. നമ്മുടെ വളർച്ച 10 കൊല്ലം കൊണ്ട് എവിടെ എത്തിയെന്ന് നമ്മോട് തന്നെ ചോദിച്ചു നോക്കും. How far we have reached in our faith life, in our relationship with God. That is what is more important in our life, in our church life, our spiritual life. Every day we are growing. As often as we come and attend the Holy Kurbana, as often as we share whatever we have with one another, we are growing in the grace of the Lord and we are growing in the service of one another. That is the mission of the Lord. That is the missionary spirit, to bring Jesus to others and to bring everyone to Jesus. This is the apostolic work in which we all are involved and encouraged. So, my dear parishioners and my dear children, let us pay attention to this particular mission entrusted to us. Yes, the Sierra community here in Center for the Parish here in Atlanta has to become more vibrant and active as each and every family becomes more involved in our parish community. And so let us go forward, looking forward. അതാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. 2ാം ലോകയുദ്ധ കാലത്തും 1ാം ലോകയുദ്ധ കാലത്തും ഇംഗ്ലണ്ടിലെ പ്രധാനമന്ത്രിയായിരുന്ന വിൻസ്റ്റൺ ചർച്ചിൽ അദ്ദേഹം പഠിച്ച സ്കൂളിൽ ചെന്ന് ഒരു സ്വീകരണം അദ്ദേഹം നൽകുകയുണ്ടായി. അപ്പോൾ അദ്ദേഹം പഠിച്ച സ്കൂളിൽ ചേർന്ന് ഒരു വളരെ മനോഹരമായി 2 യുദ്ധകാലത്ത് പ്രധാനമന്ത്രിയായിട്ട് ഇംഗ്ലണ്ടിൽ നയിച്ച അദ്ദേഹം സ്വന്തം സ്കൂളിൽ ചെന്നപ്പോൾ വളരെ കൃത്യമായ ഒരു സ്വീകരണം അദ്ദേഹം നൽകി. പക്ഷേ
അദ്ദേഹത്തിൻ്റെ പ്രസംഗമൊക്കെ കേൾക്കാനായിട്ട് ആളുകൾ ലഭിച്ചുകൂടി. അവിടെ സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം പ്രസംഗം കഴിഞ്ഞിട്ട് ഒരൊറ്റ വാദത്തിൽ അദ്ദേഹം പ്രസംഗം നടത്തി. My dear friends and students, I don't have much to say but one sentence. Don't quit or never quit or never give up. Never, never, never. That is his conclusion. അപ്പോൾ ഒരിക്കലും പിന്നോട്ട് പോകാതെ മുന്നോട്ട് പോകുവാൻ ഒരു ധൈര്യം നമുക്കുണ്ടാകും. ആ ആത്മധൈര്യം നമുക്ക് കിട്ടുന്നത് നമ്മുടെ ആത്മീയയിൽ നിന്നാണ്, ദൈവത്തിൽ നിന്ന്. അതുകൊണ്ട് നമ്മൾ ഏർപ്പെടുന്ന പ്രസ്ഥാനങ്ങളും പ്രവർത്തനങ്ങളും കുടുംബത്തിലാണെങ്കിലും പള്ളിയിലാണെങ്കിലും ജോലിസ്ഥലം എവിടെയാണെങ്കിലും don't give up but go forward. There are limitations, there are hard times, difficult times. Never give up but go forward. ആ ഒരു തീം നമ്മുടെ മനസ്സിന്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ആഴമായി പതിച്ചുകൊണ്ട് നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടതാണ്. There are hard times, difficult times, certain things are not easy, but never give up, but proceed, challenge, accept it, go forward, fight it, overcome it, and because always walk with the Lord. ആ ഒരു സെന്റൻസ് അത് നമ്മളെ പരിശോധിക്കും. Always walk with the Lord. എനിക്ക് കൂടുതൽ പ്രചോദനം നൽകുന്ന ഒരു വാചകം മൈക്കൽ പ്രവാചകന്റെ പുസ്തകത്തിലെ 6-ാം അധ്യായത്തിലെ 8-ാമത്തെ വാചകമുണ്ട്. അതിൽ 3 കാര്യങ്ങൾ പ്രത്യേകം പറയുന്നുള്ളൂ. Do justice and love tenderly and simply walk with the Lord. These are the 3 things the prophet asks all of us. Do what is right and what is just. And love tenderly. Be merciful. Be merciful. Be kind. Love tenderly. And simply walk with the Lord. Yes, we are simply walking with the Lord every day. And let us continue that journey with the Lord. And that will help us to reach our eternal destiny. അതുകൊണ്ട് നമുക്ക് എല്ലാവരെയും ഓർക്കുകയും എല്ലാവർക്കും നന്ദി പറയുകയും ചെയ്യും. അതോടൊപ്പം ഇന്ന് നമ്മൾ 10-ാം വർഷകാലം ഇരിക്കുമ്പോൾ ഈ ഒന്നാമത്തെ ഉദ്ഘാടന സമ്മേളനമോ അതിനുശേഷമുള്ള ഏതാനും വർഷങ്ങളൊക്കെ കൂടിയ പലരും ഇന്ന് നമ്മോടൊപ്പമില്ല. ഇന്ന് തന്നെ രാവിലെ ഒരു പ്രിയപ്പെട്ട അമ്മച്ചിയുടെ സംസ്കാര ശുശ്രൂഷ നമ്മൾ നിർവഹിക്കുകയുണ്ടായി. അങ്ങനെ നമ്മൾ ഇന്ന് ഈ ഇടവകയോട് ബന്ധപ്പെട്ട് ഇടവകയുടെ ഒത്തിരി കാര്യങ്ങൾ ചെയ്ത് കടന്നുപോയി എല്ലാവരെയും നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥനയിൽ ഉറങ്ങാം. അവർക്ക് നിത്യമായ ഭൗതിക സമാധാനം നൽകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പിന്നെ ഇനി അവരൊക്കെ നമുക്ക് തന്നിട്ടുള്ള സന്ദേശങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് വീണ്ടും ഇവിടുത്തെ കരുതലോടെ കൂടുതൽ ഉറപ്പോടെ മുമ്പോട്ട് പോകാൻ നമുക്ക് സാധിക്കട്ടെ. So I take this moment once again to congratulate each and every one of you, and I thank you very much for this celebration of the 10th anniversary of our parish, St. Alphonse Parish here. And never give up, but go forward, and simply walk with the Lord. Do what is just, and love tenderly, humbly walk with the Lord. Thank you, and God bless you.